ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രേസി ലേസി പ്രിസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഇന്നും വലിയ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ബോറിംഗ് ഡേ. ഓക്കെ, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഒരു ബ്രെഡ് വാങ്ങാൻ പോയാലോ? അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒരു ലോങ് വീഡിയോയിലോട്ട് വരുന്നത്. അപ്പം ഇന്നെന്ന് വെച്ചാൽ ഭയങ്കര എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഒരു പക്ഷേ അത്ര ഹാപ്പിയല്ല. ആക്ച്വലി ഞാൻ ഹാപ്പിയല്ല, അതാണ് സംഭവം. അപ്പോൾ നമുക്കത് ചുമ്മാ ഒന്ന് നടക്കാനിറങ്ങും. ഇവിടെ വന്ന് നമ്മൾ തന്നെ നമ്മളെ ഹാപ്പിയായിട്ട് എത്തണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല ഗൈസ്. അപ്പം ഇന്നിപ്പം ഒരു കവർ ബ്രെഡ് മേടിക്കാനായിട്ട് പോവാം. എൻ്റെ റീസെൻറ്റ് ബ്രെഡ് ഞാൻ കുറേ നാളായിട്ട് കഴിക്കാറില്ലായിരുന്നു. ഇപ്പം ബ്രെഡ് മേടിക്കേണ്ട ഒരു ആവശ്യം വന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ അടുത്ത കാലത്തൊരു സാമ്പാർ ഉണ്ടാക്കി കഥയൊക്കെ ഭയങ്കര, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ കഷ്ണം ഇത്തിരി വലുതായി പോയോന്നൊരു സംശയം. എനിക്ക് എന്ത് പറ്റി ആ കഷ്ണം കണ്ടിട്ട് എനിക്കൊരു ബോധമില്ലായിരുന്നു എന്നായിരുന്നു ഞാൻ ആലോചിച്ചത്. കാരണം ആ കഷ്ണം അത്രയ്ക്ക് വലുതായിരുന്നു. എൻ്റെ പാത്രത്തിൽ പോലും തികയാത്ത ഒരു കുഞ്ഞു പാത്രമായിട്ടാണ് വന്നത്. അപ്പം ആ പാത്രത്തിൽ തികയാതെ വന്നപ്പം അതിനകത്ത് വന്ന് കിഴങ്ങും ക്യാരറ്റും വെച്ചിട്ടൊരു സ്റ്റൂ ആകെ ഉണ്ടാക്കി. അപ്പോൾ ഉണ്ടാക്കിയപ്പം എന്തോ കൂട്ടി കഴിക്കും, ആകെ ബ്രെഡ്. അപ്പോൾ ബ്രെഡ് കൂട്ടി കഴിക്കാൻ വേണ്ടി ഞാനത് ഉണ്ടാക്കി. അപ്പം ഇപ്പം സ്റ്റൂ ഇരിപ്പുണ്ട്, അപ്പം ബ്രെഡില്ല. അപ്പം നമുക്ക് ബ്രെഡൊക്കെ മേടിച്ച് കഴിക്കാം എന്ന് വെച്ചു. ശരിക്കും പിന്നെ കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ ഇങ്ങനെ എടുക്കണം എന്നൊരു പ്ലാൻ ഇല്ല. കാരണം ഒത്തിരി പ്ലാനൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും സെറ്റാണ്. കാരണം പ്ലാൻ നടക്കുന്നുണ്ട്. ആ പ്ലാൻ ചെയ്ത സംഭവം നടക്കുന്നില്ല. ആ ഒരു അവസ്ഥയിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഞാൻ വെച്ചാൽ എന്തായാലും ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കുറച്ച് മോട്ടിവേഷനൊക്കെ തന്നിട്ടുണ്ട്. ഇതിപ്പോൾ നടക്കാൻ ഒരു ഇതിന് വേണ്ടി. പക്ഷേ എൻ്റെ ഫേവറേറ്റ് കടയെന്ന് പറയുന്നത് കൗഫ്ലാൻഡാണ്. പക്ഷേ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് എത്ര നേരം എന്ന് പറഞ്ഞാൽ റൂമിലിരിക്കുക, ആ ഒരു ഇത് വെച്ചിട്ട് ചെറുതായിട്ട് നിങ്ങൾക്കൊരു അണക്കിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. അത് നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. പിന്നെ ഇവിടുത്തെ കുഞ്ഞു കാഴ്ച കാണിക്കാം. എനിക്ക് തോന്നുന്നു ജർമ്മനി ഓൾമോസ്റ്റ് എല്ലാ പ്ലേസും ഒരുപോലെയാണ് ഇരിക്കുന്നത്. പിന്നെ ഒരുപാട് പേരുടെ വീഡിയോക്കകത്ത് നിങ്ങൾ കാണുന്ന സെയിം കണക്കൊക്കെ ആയിരിക്കും. അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ ഈ ഒരു സ്വെറ്റർ എടുത്തിട്ടിരിക്കുന്നത് അത്ര തണുപ്പില്ല, പിന്നെ തൊട്ടടുത്താണ് പോയി വരാനുള്ള ദൂരം ഉണ്ടായതുകൊണ്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. അല്ലാതെ അപ്പം എപ്പോഴും ഇതിൻ്റെ പുറത്തൊരു വലിയ കോട്ടൊക്കെ എടുത്തൊരു പരിപാടി സത്യം ഇട്ടിട്ടും മടുത്തു. പക്ഷെ ഇവിടുത്തെ മരങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് ഇവിടെ മരങ്ങളൊക്കെ കാണാൻ. നമ്മൾ നല്ല മരങ്ങളൊക്കെയാണ്. അപ്പോൾ പോകുന്ന പേർക്ക് ഒരു ചെറിയ കാഴ്ച കണ്ടുവരാം. എൻ്റെ ഫേസ് ഭയങ്കര ഡള്ളായിട്ടുണ്ട്. അതൊന്നാമത്തെ കാര്യം, നമുക്ക് സ്ട്രെസ്സ് വരുമ്പം നല്ല പിമ്പിൾസ് വരും. എനിക്കിത് പിമ്പിൾസ് അത് സ്ട്രെസ്സ് മൂലമാണെന്ന് എനിക്ക് അടിപൊളിയായിട്ട് പറയാൻ പറ്റും. കാരണം ഞാൻ ഈ ഇടയിൽ മധുരം കുറച്ചിട്ടുണ്ടായിരുന്നു. ഡയറി പ്രോഡക്റ്റും വളരെ കുറവാണ്. പക്ഷെ എനിക്ക് പാല് കുടിക്കുമ്പോൾ അങ്ങനെ വരാറൊന്നും ഇല്ലെങ്കിലും ഈ ഇസ്രായേലിൽ ഇപ്പോൾ കുറേ മധുരം കഴിച്ചതിന് ശേഷമാണ് എനിക്ക് ഇത്രയും വന്നത്. അപ്പോൾ മധുരം കഴിക്കുമ്പോൾ വന്നിട്ടുണ്ട്, പക്ഷെ മധുരം കൺട്രോൾ ചെയ്തിട്ട് വന്നു. പിന്നീട് മനസ്സിലായത്. പിന്നെ ഒരു രണ്ട് മൂന്ന് പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്തു. പിന്നെ ഞാൻ ട്രൈ ചെയ്തില്ല, കാരണം മൂഡ് സെറ്റ് അല്ലാത്തതുകൊണ്ട്. നമുക്കൊന്ന് ക്രോസ് ചെയ്യാം ഗൈസ്. ഞാനൊരു പെട്ടെന്ന് ക്രോസ് ചെയ്ത് മാറാം. നമ്മുടെ ഷോപ്പ് അവിടെ അടുത്തെത്താറായി. അതുകൊണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ശാന്തസുന്ദരമായ സ്ഥലം, ആരും മനുഷ്യരുടെ ശല്യമൊന്നുമില്ല. പിന്നെ എനിക്ക് ഈ വീട് ഇഷ്ടമായി, കൊള്ളാം, നല്ല രസമുണ്ട്. അങ്ങനെ നമ്മുടെ കടയെത്തി. ഞാൻ കടയിൽ പോയി ഒരു ബ്രെഡ് എടുക്കാനൊക്കെ പോകുന്നത്. ഒരു കാറൊക്കെ പോയിട്ട് ശേഷം നമുക്ക് ക്രോസ് ചെയ്യാം ഗൈസ്. നമ്മൾ ക്രോസ് ചെയ്തു. എനിക്കിനി വോയിസ് ഓവർ കൊടുക്കാറുണ്ട് വയ്യ, അതുകൊണ്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വോയിസൊക്കെ കൊടുത്ത് പോകുന്നത്. പിന്നെ ഈ വീഡിയോക്ക് ഇടുമ്പം ഞാൻ എന്തായാലും ഒന്ന് റീച്ച് ചെയ്യുന്നവരെ കുറച്ച് സമയം എടുക്കും. ചുമ്മാ എൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടൊരു ഡയറിയൊക്കെ പണ്ട് എഴുതാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം എഴുതാൻ അത്ര ഇഷ്ടമില്ല. ഇങ്ങനെ കൊണ്ടുവന്നല്ലോടാ. ഇങ്ങനെ എഴുതുമ്പോൾ എൻ്റെ ഈ ഒരു വിരൽ എനിക്ക് ഭയങ്കര വേദന, അതുകൊണ്ട് പഠിക്കാനും ഭയങ്കര മടിയാണ്. എനിക്ക് എഴുതി ഇങ്ങനെ നമ്മുടെ ആയിട്ടുള്ള ക്ലൂവിൽ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു വിരൽ ഭയങ്കര വേദന. ഇതൊക്കെ ചെയ്ത് എൻ്റെ കട എത്തിയിട്ടുണ്ട്. ഇതൊറ്റ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് എടുക്കുന്നത്. ഞാൻ എല്ലാവർക്കും യൂസ്ഫുൾ വീഡിയോ എടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത് യൂസ്ഫുൾ അല്ല, പക്ഷേ എൻ്റെ മെമ്മറി ഞാൻ സേവ് ചെയ്യുന്നതൊക്കെ എടുക്കുകയാണ്. അപ്പോൾ കട എത്തിയിട്ടുണ്ട്. ഇതാണ് കട. നമുക്ക് കടയിലോട്ട് പോയിട്ട് വരാം. ഓക്കെ, ബൈ. ബ്രെഡ് ഇരിക്കുന്ന സ്ഥലം എനിക്കറിയാം. ബ്രെഡ് ഇരിക്കുന്ന സ്ഥലത്ത്
ഒരുപാട് വെറൈറ്റി ഓഫ് ബ്രെഡ് കിട്ടുന്ന വൺ ഓഫ് ദ ഒരു കൺട്രി ആണ് ജർമ്മനി. പക്ഷേ എനിക്ക് ബ്രെഡ് അത്ര താല്പര്യമൊന്നുമില്ല. പിന്നെ സ്നാക്സായിട്ട് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാൻ നാട്ടിൽ ബ്രെഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. തൽക്കാലം നമ്മൾ അവിടെ കഴിക്കാനായിട്ട് വരുന്നത് നമ്മുടെ സ്റ്റൂവിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ടോസ്റ്റഡ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഭയങ്കര ഒരു എന്താ പറയുക, ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് പറ്റിയ വീറ്റിൻ്റെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കുറേ ഉണ്ട്. ഇത് ന്യൂട്രിസ്കോർ A ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ നോക്കി പറഞ്ഞാൽ അറിയാമല്ലോ, ക്വാളിറ്റി അത് ചില പ്രോഡക്റ്റിൽ മാത്രമേ അത് മെൻഷൻ ചെയ്യത്തുള്ളൂ, ചിലതൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല. ഇവിടെ ഒരുപാട് ഇതുണ്ടായിരുന്നു. എനിക്ക് തൽക്കാലത്തേക്ക് ഒരു ജസ്റ്റ് എൻ്റെ സ്റ്റൂവിന് വേണ്ടി മാത്രം ഞാനൊരു ന്യൂട്രിസ്കോർ C ആയിട്ടുള്ള ടോസ്റ്റഡ് ബട്ടർ ബ്രെഡാണ് മേടിച്ചത്. പിന്നെ ഇവിടെ കുറച്ച് കേക്ക് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കും, ചെറിയ കേക്ക് പെനിയിൽ പൊതുവെ അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അത് പറഞ്ഞില്ല. പക്ഷേ ഇതിലും കൗഫ്ലാൻഡാണ് കുറച്ചുകൂടി ബെറ്റർ. പിന്നെ കുപ്പികൾ നമ്മൾ പുറത്ത് എല്ലാ വിദേശ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ വിദേശ ഷോപ്പല്ലല്ലോ, വിദേശ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണും. പിന്നെ എൻ്റെ ഫേവറേറ്റ് ജാക്ക് ഡാനിയൽ കൊക്കക്കോളയാണ്, മറ്റേ ടിന്നിൽ വരുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബ്രെഡൊക്കെ എടുത്തു. അപ്പോൾ ബില്ലടിക്കാനായിട്ട് ഇങ്ങനെ വരി നിൽക്കുമായിരുന്നു. അതെ, വരിയാണത്. അപ്പോൾ ഇതൊരു ചെറിയൊരു കടയോട് 2 പേരെ ബില്ലടിക്കാൻ. ഇനിയാണ് കട ആരംഭിക്കുന്നത് ഗൈസ്. അങ്ങനെ ബ്രെഡൊക്കെ മേടിച്ച് വരികയാണ്. അപ്പോൾ ഇന്ന് എന്താ പറയാറുണ്ട്, ഇതാണ് നമ്മൾ മേടിച്ച ബ്രെഡ്. ശരിക്കും ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് അറ്റംപ്റ്റാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ശരിക്കും ഈ ഒരു ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ വലിയ തണുപ്പില്ല. നമുക്ക് ഈ ഒരു സെക്ടറിൽ ഓക്കെ കുഴപ്പമില്ല. ഇതിന് മുമ്പൊക്കെ കൈയൊക്കെ മരിച്ചു. നമുക്ക് ഇനി തിരിച്ച് അവിടെ ചെന്നിട്ട് ബ്രെഡും സ്റ്റൂവും കഴിച്ചിട്ടുള്ളൊരു ഇത് കാണാം. ഇനി റോഡിൽ കൂടെ ഇനിയിപ്പോൾ ഈ സ്ഥലമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ സ്ഥലമൊക്കെ കാണും. ഒരു കുഞ്ഞ സാധനം നല്ല രസമുണ്ട്. അപ്പം നമുക്കിത് ക്രോസ് ചെയ്യാം. റോഡ് ക്രോസ് ചെയ്തിട്ട് നമുക്ക് പോകാം. നേരിട്ട് റോഡ് നടക്കാം, തുള്ളിച്ചാൽ നടക്കാം. പിന്നെ ഇവിടെ ചെറിയൊരു സൂര്യനെ കാണാം, ഒരു ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. ഇതാണ് നമ്മുടെ ഈ മരങ്ങൾ ഈ ടൈമിൽ ഇവിടെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല രസമുള്ള സ്ഥലം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ നമ്മളെ സ്ഥലത്തോട്ട് എത്തിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ലൊരു സീനറി ഒക്കെ ഉണ്ട്. ശരിക്കും നമുക്ക് നല്ല റീലും അത്യാവശ്യം ഇവിടെ നല്ലൊരു സീനറിയാണ്. എനിക്കിഷ്ടമാണ്. പക്ഷെ നമ്മൾ ഓക്കെ ഇങ്ങനെ അല്ലെങ്കിൽ എല്ലാം അറിയാവുന്നതായിട്ട് കയ്യിൽ വടി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഒരു സിറ്റുവേഷൻ. ശരിക്കും ഇവിടുത്തെ നല്ല രസമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ജോലിയും കൂടി കിട്ടിയ സെറ്റാണ്. എനിക്കിപ്പോൾ ഞാൻ നേരിടുന്ന പ്രശ്നം അതുവരെ അറിയിച്ചു ലാംഗ്വേജ്. പിന്നെ നമുക്ക് അവിടെ ചെന്ന് കയറിയിട്ട് നോക്കാം ബാക്കി. തൽക്കാലം റോഡ് ക്രോസ് ചെയ്ത് പോകണം, നടന്ന് പോവാം. നമ്മൾ നമ്മുടെ സാമ്രാജ്യത്തിലോട്ട് എത്തി ഗൈസ്. ഇതിൻ്റെ ലിഫ്റ്റൊക്കെ കയറി പോകണം. അതിൻ്റെ ഒരു കാര്യം ഇതായിരുന്നു കോസ്റ്റ്യൂം. മനസ്സിലാവുന്നുണ്ട്. ഒരു കാര്യമുണ്ട്, നമ്മളിവിടെ KSS ചെയ്യണം. സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇങ്ങനൊരു ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വട്ടത്തേക്ക് നമ്മുടെ ഫേസാണ് നല്ല രസം. അതിന് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ലിഫ്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ആരുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്ലോറിൽ കയറിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് എടുക്കാം. തണുപ്പത്ത് നടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നു. കവർക്കായിട്ട് പോകാനില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റും. അവിടെ ഇപ്പോൾ ആരും നമുക്കതാ ഫുഡ് എടുത്തേക്കല്ലേ. ആരെയൊക്കെ ഫുഡിൻ്റെ നല്ല മണം എനിക്കിവിടെ അടിക്കുന്നുണ്ട്.
തൽക്കാലം ഇവിടെ ഇരിക്കുക. ഇവിടെ നിൽക്കൂ. ഇതാണ് നമ്മുടെ കിച്ചൺ ടൂറൊന്നും കാണിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാം. കയ്യിൽ ഒഴുക്കി വെച്ചിരിക്കുന്ന പാത്രം നമ്മുടെ ഡ്രോയിൽ നമ്മൾ എടുത്ത് വെക്കാം. എനിക്ക് ഇങ്ങോട്ട് വന്ന് പൊക്കി കാണിക്കുന്നത് വളരെ ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള പരിപാടി ഇതുപോലൊരു പ്ലേറ്റിൽ എടുക്കാം. അപ്പോൾ ഇവിടെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് എടുക്കാം. അതുകൊണ്ട് അവിടെ ഇതാണൊരു ഇതിനേക്കാൾ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ. ഞാൻ വേഗം പൗൾ എടുത്തിട്ട് വരാം. ലൈക്ക് പൗൾ എടുത്ത് പൗൾ നല്ല കലക്കി ഒഴിച്ച് ക്യാമറ ഓഫ് ചെയ്തിട്ട് തട്ടിച്ചു. ഓ, എന്തായാലും നമുക്ക് സ്റ്റൂ ഒക്കെ കഴിക്കാം. ഓവനിൽ വെക്കാം. ഓവനിൽ വെക്കാം. എനിക്ക് സ്റ്റാൻഡൊന്നുമില്ല. നമുക്ക് ഒരു 1 മിനിറ്റ് വെക്കാം. ആക്ച്വലി ചൂടാക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ ചൂടാക്കും അത്രേ. അപ്പം ഞാൻ എനിക്ക് ജസ്റ്റ് ഒരു ഇതൊരു കോമൺ കിച്ചണാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി തരം ആൾക്കാരുണ്ട്, പല പല രാജ്യത്ത് വന്നിരിക്കുന്നത്. അപ്പം അത്യാവശ്യം ചിലർക്ക് നല്ല വൃത്തിവെടുപ്പൊക്കെ ഉണ്ട്. മാം കിച്ചണല്ല സോറി, ഫ്രിഡ്ജ് 3 എണ്ണം ഉണ്ടിരിക്കുന്നത് കേട്ടോ. ഉണ്ട് അവിടെ 2 ഫ്രിഡ്ജും ഒരു ഫ്രീസറുമാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കളക്ഷൻ പറയാനാണെങ്കിൽ ഈ നിൽക്കുന്ന ഐസ്ക്രീം എൻ്റെയാണ്. പിന്നെ എന്തൊക്കെയോ ഇതിനകത്തുണ്ട്, പക്ഷെ എനിക്കൊന്നും ഓർമ്മയില്ല. അതുകൊണ്ട് നമുക്ക് അതിലോട്ടൊന്നും പോല. ഇതിനകത്ത് നോക്കുവാണെങ്കിൽ 2 തട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് പാസ്തയാണ് കേട്ടോ. അത് 2 ബോക്സ് സാമ്പാർ, എന്തൊക്കെയോ ഒരുപാട് ആൾക്കാരുടെ സാധനമുണ്ട്. ഇത്ര എൻ്റെയൊന്നും അല്ല, അതുകൊണ്ട് ഞാൻ അത്ര ഇതൊന്നും അല്ല. അപ്പം നമ്മൾ കാണിക്കുന്നത് അത് വെല്ലോടെ പഠിക്കാം. കാരണം അതിനകത്ത് എൻ്റെ ഒരു തിങ്സും ഇല്ല. അപ്പം ഞാൻ പഠിച്ച ആവശ്യമുള്ളൂ. പിന്നെ ഇവിടെ ക്ലീനിങ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. വാക്യൂം മറ്റ് ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വാക്യൂം റൂം ക്ലീൻ ചെയ്യാം. ഓ മൈ ഗോഡ്, നമുക്ക് ഒരുപാട് ചൂടാക്കിയിട്ടാണ്. നമുക്ക് എടുക്കാം. ഇനി എൻ്റെ റൂമിലോട്ടൊന്ന് പോകണം. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് ഇത്തിരി ചൂടാണ് കേട്ടോ. ഓവനിൽ നിന്ന് എടുത്തപ്പം നല്ല ചൂട്. എന്താ ചെയ്യുക, തണുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണം. ഇത്തിരി ഗ്രേവി ഇത്തിരി കൂടിപ്പോയിട്ടുണ്ട്, കൂടുതലായിപ്പോയി. എന്ത് ചെയ്യാൻ എന്നിട്ട് വേണമെങ്കിൽ കൂടി പാത്രമൊക്കെ കഴുകി മാറ്റാമായിരുന്നു. എനിക്ക് എന്താ വെച്ചാൽ പാത്രമൊക്കെ കഴുകുന്നത് ഞാൻ പണിയെടുക്കാറുണ്ടെന്ന് നിങ്ങൾ വേണമെങ്കിൽ കണ്ടു. എൻ്റെ പാത്രം കഴുകി കോമഡിയാണ്. നമ്മൾ ഉടുപ്പിച്ചത് ഓവർ സൈസ് ഉടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ചതാണ്. പക്ഷെ പറ്റിയ അബദ്ധം എനിക്കുള്ളിൽ പാത്രം കഴുകണം. അതുപോലെ പറ്റൊക്കെ ഇവിടെ വന്ന് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചതെന്ന് വെച്ചാൽ പഠിപ്പിച്ച് ലൈഫ് കുറേ പണം കഴിവ്. എൻ്റെ കഴിവൊക്കെ ഒക്കെ ഇത്തിരി കോമഡിയാണ്. നമുക്ക് കുഴപ്പമില്ലാത്ത അതുപോലെ എൻ്റെ കഴിവൊക്കെ ഞാനങ്ങനെ
നടത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൂമിൽ പോയി ഫുഡ് കഴിക്കാം. റൂമിലെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, റൂം അലങ്കോലമാണ്. ഓ മൈ ഗോഡ്, അങ്ങനെ നമ്മൾ പോയി വന്നു ഗൈസ്. എല്ലാം മടുത്തു, ലൈഫ് മൊത്തം. ഇപ്പം റൂമിൽ വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ചതാണ്, പക്ഷെ നമ്മൾ എടുത്ത് പോകുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. നമുക്കൊരു കോഫി കുടിക്കാം. ഞാൻ ആ കിച്ചണിൽ പോയപ്പോൾ മറന്നൊരു കാര്യമുണ്ട്. ഓക്കെ, ഞാൻ ആ ഒരു കാര്യം ഓർത്തില്ല, അത് നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പം എന്തായാലും കോഫി വിത്ത് സ്റ്റൂ കഴിക്കാം. അതിന് മുമ്പ് നമുക്ക് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ആക്ച്വലി ചേഞ്ച് ചെയ്യാനുള്ളൊരു ക്ഷമ എനിക്കില്ല, പിന്നെ വിശപ്പാകാനൊന്നുമില്ല. പിന്നെ ആ ചൂടോടെ കൊണ്ടുവന്നത് കൊണ്ട് കഴിക്കാൻ ആ ഒരു നോക്കാം, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഞാനിപ്പോൾ ദേഹം കഴിഞ്ഞിട്ട് പോകാം. നമുക്കിവിടെ ഡ്രസ്സ് ഒന്ന് എടുക്കാം. ഞാൻ ഓൾറെഡി ഡ്രസ്സ് ഇപ്പോൾ ഒന്ന് കഴിഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു. നമുക്ക് ബ്ലാക്ക് ബ്ലാക്ക്. അപ്പം ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് കഴിക്കുന്ന വീടില്ല. ഓ, അങ്ങനെ നമ്മുടെ ബ്രെഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കോഫി റെഡി ആയിട്ടുണ്ട്. കോഫിക്കകത്ത് എന്താണെന്ന് നിങ്ങൾ നോക്കരുത്, അതൊരു കോമഡിയാണ്. അത് കോഫി തന്നെയാണ്. ലെമൺ ഉണ്ട്, കാരണം ഞാൻ കെറ്റിലിനകത്ത് ഓൾറെഡി ലെമൺ ഇട്ട് തിളപ്പിച്ച് കുടിക്കാറുണ്ട്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പറയാട്ടോ. എല്ലാവരും നല്ലതായിരിക്കും, ടേസ്റ്റി ആയിരിക്കും. കാരണം ഞാൻ ജർമ്മനി വന്ന് ലാംഗ്വേജ് പഠിച്ചോന്ന് വെച്ചാൽ ഒരിക്കലും അത്ര സെറ്റായിട്ടില്ലെങ്കിലും ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ നന്നായിട്ട് പഠിച്ചു. കുറേ കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ 20കളിൽ പഠിക്കാത്ത പാഠം ഞാൻ 30കളിൽ ഇനി പഠിക്കാൻ പോകുന്നുള്ളൂ. വരുന്ന ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ 30-ന് മുമ്പായിരിക്കും, ചിലപ്പോൾ 30-ന് ശേഷമായിരിക്കും. എൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പം ഇന്ന് ഇത്ര ഫുഡ് കഴിക്കുന്നതൊക്കെ കാണിക്കണമെന്നുണ്ട്. ഇപ്പം തൽക്കാലം ഞാൻ കാണിക്കാൻ ഓക്കെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചു, എങ്ങനെയുണ്ട് ബ്രെഡെന്നൊക്കെ റിവ്യൂ പറയാൻ. എന്തായാലും സത്യത്തിൽ ഇന്നത്തെ വീഡിയോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് ഓപ്പണായിട്ട് സംസാരിക്കണമെന്ന് തോന്നി സംസാരിച്ചു, അത്രയേ ഉള്ളൂ. ഡിപ്രഷൻ എല്ലാവർക്കും വരും, അതുപോലത്തെ ഒരു സ്റ്റേജിൽ കൂടെ ഞാൻ പോയിക്കൂടി. ഡിപ്രഷനാണോ അതോ എന്താണോ, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ഡിഫിക്കൽട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തൊക്കെയോ ഒന്ന് തോന്നുന്നു. പിന്നെ ഇന്ന് പുതിയൊരു ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടൊക്കെ എഴുതി പഠിക്കാറുണ്ട്. ഇപ്രാവശ്യം എഴുതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ വോയിസ് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഭയങ്കരമായിട്ടും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിപ്പിക്കുന്ന സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ചോദിക്കാറുണ്ട് എന്താണ് എരിയുന്നുള്ളൂ. എരികൊണ്ട് എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്, മേ ബി അതിൻ്റെ ആയിരിക്കാം, അറിയില്ല. പിന്നെ പുറത്ത് തണുപ്പത്ത് നടക്കുമ്പോഴും നമുക്കങ്ങനെ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ കൂടിപ്പോയത് 8 പേര് അല്ലെങ്കിൽ 10 പേര്, 10 പേര് കാണത്തില്ല. ഓക്കെ, ആ 10-ൽ 2 ഞാൻ തന്നെ ആയിരിക്കും, ഒരു 8 പേര് കാണുമായിരിക്കും. അപ്പം ഇത് ഇത്രയും കുത്തിയിരുന്ന് കാണാനുള്ള ഷേപ്പ് കാണില്ല. ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് കാണുമായിരിക്കും, ഇല്ല പ്രാന്തി എന്തായിരിക്കും കാണിക്കണം, അവർ കാണുവാണെങ്കിൽ ഓക്കെ. എൻ്റെ വീഡിയോ കാണാൻ ചാൻസ് ഉള്ള എൻ്റെ ഫേവറേറ്റ്, എൻ്റെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള 1-2 കൂട്ടുകാരുണ്ട്, അവർ കാണുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോയിൽ ട്രോളർമാരുടെ കൈ കിട്ടാനുള്ള വകുപ്പ് അത്രയ്ക്ക് നോർമൽ അല്ലായ്മ ഇല്ല എന്ന് കേൾക്കും. പിന്നെ എൻ്റെ മമ്മി കാണും, എൻ്റെ നാത്തൂൻ കാണും, നാത്തൂൻസ്മാർ കാണും, അങ്ങനെയൊക്കെ പറയേണ്ടി വരും. ഓക്കെ, അപ്പം നമുക്ക് എൻ്റെ ലവർ കാണും, അതും കൂടെ പറഞ്ഞില്ലല്ലോ, ഇനി പുള്ളിയുടെ വിട്ട് കളയാൻ പാടില്ലല്ലോ. അപ്പം നമുക്ക് ഇന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പക്ഷെ ഞാൻ നിങ്ങളെ കാണിച്ചു കൊണ്ടൊന്ന് കഴിച്ചാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ കോഫി ഇത് ഞാൻ നമ്മുടെ സ്റ്റൂ ഇതിനകത്ത് ഒഴിക്കാം അല്ലേ എന്താ. അപ്പം നമുക്ക് ബ്രെഡിനകത്ത് സ്റ്റൂ ഒഴിക്കാം അല്ലേ. ഒരു ഫിലിമൊക്കെ കണ്ട് ചെയ്യേണ്ടതാണ്. ഞാൻ അല്ലാണ്ട് എൻ്റെ എക്സ്പ്രഷൻ കാണിച്ച് ഒഴിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ ഒരു അവസ്ഥ ഇപ്പം അതല്ല. നോക്കട്ടെ. ഓ കൊള്ളം, സത്യത്തിൽ കൊള്ളമാണ്. കൊള്ളാമല്ലേ, നല്ല ഭംഗിയില്ലേ കോഫിയൊക്കെ ആയിട്ട്.
നമുക്കിനി ഒരു സിനിമയൊക്കെ കാണും. സത്യത്തിൽ യാത്ര പറഞ്ഞ് പോയിട്ട് പോവാതെ പോയ ഒരു വ്യക്തി ഞാനായിരിക്കും അല്ലേ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എക്സ്പ്രഷൻ ഒന്നും ഇല്ലടേ, നമുക്ക് നോക്കാം കേട്ടോ.